എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് മുടീനെ നമ്മളെങ്ങനെ കുറച്ചും കൂടി എന്ന രീതിയിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ എന്ത് സാധനത്തിലും ഒരു ചെടിക്കായാലും മനുഷ്യന്മാർക്കായാലും വേണ്ടത് നമുക്കതിന് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, എൻ്റെ മുടിക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ തലയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് താരൻ എന്ന് പറയുന്ന സാധനമാണ്. താരൻ ഒഴിവാക്കിയാൽ തന്നെ ഒരുവിധം നമുക്കെല്ലാം മുടീനെ കെയർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഇതിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രണ്ട് സാധനമാണ് ദുരിതപത്രാതി തേര തൈലവും അയ്യപ്പാല കേര തൈലവും. ഇത് രണ്ടും നമുക്ക് കോട്ടക്കലിലെ എല്ലാ ഷോപ്പുകളിലും കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് സെയിം എമൗണ്ട് ഒരു മൂടിയാണെങ്കിൽ ഒരു മൂടി, അതായത് രണ്ട് ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ട് ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെ പേര് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. ഓക്കെ, നമ്മൾ വെള്ളം നല്ലപോലെ തിളപ്പിക്കുക. ഓക്കെ, എനിക്ക് ഒറ്റ കൈയുള്ള കാരണം ക്യാമറ ഇതൊക്കെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾ ഡബിൾ ബോയിൽ സെറ്റപ്പിൽ തന്നെ ചൂടാക്കണം. ഓക്കെ, ഇങ്ങനെയാണ് അത്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുകളിൽ വലിയൊരു പാത്രത്തിൽ വെക്കും. ഓക്കെ, അങ്ങനെ തിളപ്പിച്ചിട്ട് ഈ എണ്ണ നല്ലപോലെ ചൂടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ ഡയറക്റ്റ് ചൂടാക്കുമ്പോൾ എണ്ണയിലുള്ള നല്ല അംശങ്ങൾ അത് നാശമായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. ഈ എണ്ണ ചൂടാക്കിയത് നല്ല നെറുകയിൽ എല്ലായിടത്തും നല്ലപോലെ എണ്ണ പരട്ടുക. അപ്പം എണ്ണ പരട്ടുമ്പോൾ നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യം വേണ്ടത് നെറുകയിലും പരട്ടണം. അതുപോലെ തന്നെ നമ്മൾ പൊക്കിൾ കൊടി ഉണ്ടല്ലോ, പൊക്കിൾ കൊടിയിലും നിങ്ങൾ എണ്ണ പരട്ടണം. അപ്പോൾ അത് നിങ്ങളൊന്ന് പരട്ടി നോക്കണം. അപ്പോഴാണ് ശരീരത്തിൻ്റെ എല്ലാ സർവിക ഭാവങ്ങളിലേക്ക് എത്തുന്നതാണ് ഈ സാധനം. അപ്പോൾ നമ്മൾ എണ്ണ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. നമ്മൾ തലയിൽ നല്ലപോലെ ഇത് തേച്ച് കുറച്ച് നേരം, അതായത് ഒരു 30 മിനിറ്റോളം നമ്മൾ എണ്ണ തേച്ചിരിക്കുക. പറ്റുമെങ്കിൽ ഒരു ടവൽ നല്ലപോലെ ചൂടാക്കി വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കിയിട്ട് പിഴിഞ്ഞ് തലയിൽ കെട്ടി വയ്ക്കുക. അപ്പോൾ ആ ഒരു അന്തരീക്ഷം നമ്മുടെ തലയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ നല്ല മസാജ് ചെയ്തിട്ട് ഈ സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ എണ്ണ പിടിക്കും തലയിൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഒരു മാസത്തോളം ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ തലയിലുണ്ടാവുന്ന താരൻ്റെ ഇഷ്യൂകൾ പോകുന്നുള്ള ഇഷ്യൂവാണ്. ഓക്കെ, നിങ്ങളുടെ തലയിൽ എപ്പോഴും നിങ്ങൾ അത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു മാസക്കണക്ക് തന്നെ യൂസ് ചെയ്യണം. അല്ലാണ്ട് ഒരു ദിവസമോ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഇത് മാറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമില്ല. കാരണം എത്രത്തോളം അളവിലാണ് അതിനെ നമ്മൾ കെയർ ചെയ്യുന്നത് അതനുസരിച്ചിട്ടേ അത് മാറിപ്പോളൂ. ഇത് നമ്മൾ പരട്ടിയിട്ട് റൂട്ട്സ് ഹെർബൽ ഷാമ്പൂ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഫോട്ടോ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതും നമ്മൾ കൂടെ മേടിക്കുക. അതും നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക, കപ്പിൽ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഷാമ്പൂ യൂസ് ചെയ്തിട്ട് കലക്കി നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും തലയിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത് നമ്മളൊന്ന് വെള്ളത്തിൽ ലായനിയായിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ പരട്ടി ഒന്ന് കുളിക്കുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു തലയിലെ താരം നമുക്ക് പോയി എന്ന് നമുക്ക് തോന്നിയതിന് ശേഷമാണ് മുടി വളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് 3 ഓയിലാണ് ഞാൻ പറ്റുന്നത്. ഓക്കെ, ആ 3 ഓയിൽ എന്ന് പറയുന്നത് മെയിൻ എള്ളെണ്ണ, കസ്റ്റർ ഓയിൽ, അതേപോലെ തന്നെ നമ്മൾ കാച്ചിയ എണ്ണയുണ്ട്. ഈ കാച്ചിയ എണ്ണ എന്ന് പറയുന്നത് നമ്മൾ അതിലും യൂസ് ചെയ്തിരിക്കുന്നത് ഉലുവയാണ് മെയിനായിട്ട്. ഉലുവ, ഫ്ലെക്സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്താണ്. നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ്, ദുബായിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഫ്ലെക്സീഡിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കരിഞ്ജീരകം വളരെ കുറച്ചെടുത്താൽ മതി. നല്ല ആയുർവേദപരമായിട്ട് നല്ല ഒരു ഇതുള്ള എണ്ണയാണ്. ഈ 3 സാധനവും കാച്ചിയ എണ്ണയാണിത്. ഈ എണ്ണ ഉണ്ടാക്കിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം വീഡിയോ അല്ലെങ്കിൽ തന്നെ കുറച്ചും കൂടി വൈഡാവും, നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ആ എണ്ണയെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഈ 3 ഓയിലാണ് നമ്മൾ മെയിനായിട്ട് ഞാൻ തലയിൽ തേക്കുന്നത്. ഇതിൽ ഞാൻ നല്ലെണ്ണ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഇത് ഞാൻ വെസ്റ്റ് സോണിലൊക്കെ നിങ്ങൾക്ക് ഈ എണ്ണ ഇതേ പ്രൊഡക്റ്റ് കിട്ടും. ഒരിക്കലും നിങ്ങൾ വലിയ ബോട്ടിലുകൾ മേടിക്കരുത്, ചെറിയ ബോട്ടിലുകൾ മേടിച്ച് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ എണ്ണയാണ്. അതിൽ നമ്മളെ ഇതിൽ കുരുമുളക് ഇട്ട് വയ്ക്കണം. ഏത് എണ്ണയിലും കുരുമുളക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കാറില്ല, എണ്ണ നാശമാവില്ല. കുറേ നാൾ കഴിഞ്ഞാൽ എണ്ണ നാശമായി പോകുന്നുള്ള ബുദ്ധിമുട്ടില്ല, അതൊന്നും ഉണ്ടാവില്ല ഈ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ. ഇത് നമ്മൾ ഇട്ടിട്ട് നമ്മൾ സൂക്ഷിക്കുക. ഇത് ഞാനിപ്പോൾ ഈ കലണ്ടറിൽ കാണിച്ചതുപോലെ ഈ കളർ പോലെ, അതായത് 3 ദിവസം നമ്മൾ ഒരു ദിവസം വിട്ടിട്ട് എണ്ണ തേക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നിങ്ങളിത് കാലത്ത് നിങ്ങൾക്ക് ബിസി ഷെഡ്യൂളൊക്കെ ആയിരിക്കും, നിങ്ങൾ ഓഫീസിൽ പോകുന്ന കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ 1.5 വട്ടം ഇട്ടിട്ട് അത് എണ്ണ യൂസ് ചെയ്യുക. പിന്നെ പിറ്റത്തെ ദിവസം നമ്മൾ എണ്ണ യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഈ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ നമ്മൾ ഷാമ്പൂ ഇടുന്നതും പിന്നെ അതുമായിട്ടുള്ള നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ളത്. ഷാമ്പൂ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ മുടിയുടെ തുമ്പത്ത് പരട്ടൊന്നും കാര്യമില്ല. ഷാമ്പൂ എപ്പോഴും നമ്മുടെ തലയോട്ടിലാണ് നമ്മൾ പരട്ടേണ്ടത്.
കണ്ടീഷണർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷണർ എപ്പോഴും മുടിയുടെ തുമ്പുവശം മുടീനെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് കണ്ടീഷണർ. അതൊരിക്കലും തലയോട് അറിയേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതേപോലെ നമ്മൾ മുടീനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുടി കൊഴിച്ചിൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആലോചിച്ചാൽ സ്ട്രെയിറ്റനിങ്ങും നമ്മൾ ഡ്രൈ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ ശ്രമിച്ചാൽ മതി. എന്നാലേ നിങ്ങൾക്ക് അതിനുള്ള അനുസരിച്ചിട്ടുള്ള ഒരു ഹെൽത്തി ഹെയർ കിട്ടുള്ളൂ. അത് ഷുവറാണ്. നിങ്ങൾ ഈ എണ്ണയൊക്കെ പറ്റുന്നത് നിങ്ങളുടെ മുടി എത്രത്തോളം ഹെൽത്തി ആണെന്നനുസരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നതിനുള്ള ഒരർത്ഥമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രമിക്കേണ്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ കുറച്ച് നാൾ പോയിട്ട് അവിടെ സ്ട്രെയിറ്റൻ ചെയ്തു, മുടിയിൽ കളർ കൊടുത്തു, നിങ്ങളുടെ മുടി വീക്കായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഇതിനെ എക്സ്ട്രാ നിങ്ങൾക്ക് പണി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും എണ്ണ തേക്കുക. ഇപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എണ്ണ തേക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടീഷണർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മുടീനെ അങ്ങേയറ്റത്തുള്ള സ്നേഹിച്ചിട്ട് അതിന് വേണ്ടുന്ന കാര്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ എത്തിപ്പെടാൻ നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റും. ഓക്കെ, അപ്പം മുടിയിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഈ 3 എണ്ണ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുള്ള ഈ നല്ലെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ മാത്രം പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ ഈ ഉലുവ എന്ന് പറയുന്ന പ്രോഡക്റ്റ് മുത്താണ്. ഓക്കെ, നിങ്ങളത് തലേദിവസം വെള്ളത്തിലിടുക അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കുക. അങ്ങനെ ഇട്ട് വെച്ചിട്ട് കുറച്ച് തൈരിലിട്ടിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ സാധനമൊക്കെ ഉലുവ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്താലും അത് നിങ്ങൾക്ക് ഒരു തരത്തിലും ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ റുട്ടീനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കൊഴിച്ചലും എല്ലാം കൂടി മാറിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ വരണം, എൻ്റെ അടുത്ത് പറയണം. ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും ഉള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കുമ്പോഴാണ് എനിക്ക് അതിനേക്കാൾ കൂടുതലൊരു സന്തോഷം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.